Good afternoon. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വരെ പഠിച്ചത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആ ഒരു പാരഗ്രാഫ് അല്ലേ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ ഓരോ ഭാഗങ്ങളാണ്. അത് ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് EHR പറഞ്ഞു, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും പേപ്പർ റെക്കോർഡും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നെക്സ്റ്റ് പേജിൽ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് രണ്ടാമത്തെ, അപ്പൊ ഫസ്റ്റത്തെ ഏതാണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. രണ്ടാമത്തെ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS കേട്ടോ. സെക്കൻഡ് വൺ. ഇപ്പൊ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞത് എന്തിനാണ്? ലാബിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലെ? ലാബിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാണ് LIMS ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ആണ്. അവിടെ ലാബിലെ വർക്ക് ഫ്ലോ, അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങള് അല്ലെ, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതാണ് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. LIMS അല്ലെങ്കിൽ LMS, LIS ഇതൊക്കെ സെയിം ആണ്. പല പേരുകളിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈസ് എ സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ വിച്ച് ഫീച്ചേഴ്സ് ദാറ്റ് ഗീവ് സപ്പോർട്ട് ടു മോഡേൺ ലബോറട്ടറി ഓപ്പറേഷൻസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ നമ്മള്? ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് താഴെ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? ഒരു ഫ്ലോ ചാർട്ട് ആണ്. അതായത് നോക്കിയേ, ഫസ്റ്റ് ഇന്ന് ഒരു ആരോ മാർക്ക് ഉണ്ടോ? സാമ്പിള്. നമ്മൾ സാമ്പിള് ബ്ലഡോ യൂറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാമ്പിളാ കൊടുക്കുന്നേ അല്ലെ? അപ്പൊ എന്താ പറയുന്നേ, ആ സാമ്പിള് നമ്മള് എങ്ങോട്ടേക്ക്? സാമ്പിൾ ലോഗിൻ. നെക്സ്റ്റ് കണ്ടോ, പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് എന്ത് ചെയ്യുന്നു? ആ സാമ്പിള് കൊടുക്കുന്നു. കണ്ടോ? സാമ്പിൾ ലോഗിൻ. പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ സാമ്പിൾ കൊടുക്കുകയാണ്. അടുത്ത നോക്കി, ജോബ് അസൈൻമെന്റ്. ആ ടെസ്റ്റ് ആരാണോ ചെയ്യേണ്ടത് അല്ലെ എന്ന് ആ ജോലി അത് അസൈൻ ചെയ്യുന്നു. ആർക്കാണ് എന്നുള്ളത് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ജോബ് അസൈൻമെന്റ്. ട്രാക്കിംഗ് പ്രോസസ്. എന്നിട്ട് എന്താണ് അടുത്ത് വരുന്നത്? അത് ഡേറ്റാസ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ആ ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാക്ക് ചെയ്യുന്നു. അത് പ്രോസസ്സിങ് നടത്തുന്നു അല്ലെ? സാമ്പിൾസ്. ഇതാണ് ട്രാക്കിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് ഡേറ്റ എൻട്രി. ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് നൽകുന്നു ഇവിടെ. ഡേറ്റ എൻട്രി. നെക്സ്റ്റ് വരുന്നതാണ് ഡേറ്റ വാലിഡേഷൻ. ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെക്കിംഗ് ആണ് കേട്ടോ. ഡേറ്റ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എൻട്രി ചെയ്ത ഡേറ്റാസ് എന്ത് ചെയ്യുന്നു? ഡേറ്റാസ് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ആ ഡേറ്റാസ് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള ഡേറ്റാസ് ആക്യുറേറ്റ് ആണോ, അതിന്റെ ആക്യുറസി അല്ലെ, ക്വാളിറ്റി, ഇതെല്ലാം നമ്മൾ ആ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ, അത് ഉപയോഗിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ അത് ചെക്ക് ചെയ്യുന്നതാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റ വാലിഡേഷൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? അത് റിപ്പോർട്ടിംഗ് റിസൾട്ടുകൾ കൊടുക്കുന്നു. കണ്ടോ? ഔട്ട് ഡേറ്റ പുറത്തേക്ക് കൊടുക്കുന്നു. കണ്ടോ? റിപ്പോർട്ടിംഗ് റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ടോ? അപ്പൊ അതൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തേക്കണം. ജസ്റ്റ് അവിടുത്തെ വർക്ക് ഫ്ലോ ഒന്ന് കാണിച്ചേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ വർക്ക് ഫ്ലോ ആണ്. ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നേ ഉള്ളൂ കേട്ടോ. സാമ്പിൾ ലോഗിൻ, ജോബ് അസൈൻമെന്റ്, ട്രാക്കിംഗ് പ്രോസസ്, ഡേറ്റ എൻട്രി, ഡേറ്റ വാലിഡേഷൻ നടക്കുന്നു. അടുത്ത് റിപ്പോർട്ടിംഗ് റിസൾട്ട് ഔട്ട്. കേട്ടോ? ഡേറ്റ ഔട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് നോക്കിയേ, there is no useful definition of the term LIMS since it is used to encompass a number of different laboratory informatics components. അല്ലെ? അതിന് ഈ LIMS എന്ന് പറഞ്ഞതിന് ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആ ഒരു ടേമിന് ഇല്ല. എന്തുകൊണ്ടാ? കാരണം ഇത് ലാബിലെ നിരവധി വ്യത്യസ്ത പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻ ഘടകങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കണ്ടോ? അതെന്തുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്? അതിന് കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ ഇല്ല. അതായത് നമ്മൾ ഓവറോൾ ആ ലാബിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ഘടകങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഇന്നതിന് വേണ്ടി മാത്രം എന്ന് നമുക്ക് ആ ഡെഫിനിഷൻ അവിടെ കൊടുക്കാൻ പറ്റില്ല. The spread and the depth of these components is greatly depend
ഡിപ്പെൻഡ് ഓൺ ദ LIMS ഇംപ്ലിമെന്റേഷൻ ഇറ്റ്സെൽഫ്. കണ്ടോ, അതിന്റെ അടുത്ത് ആ ഘടകങ്ങളുടെ വ്യാപ്തിയും അതിന്റെ വ്യാപനവും, സ്പ്രെഡ് ആൻഡ് ഡെപ്ത്. കണ്ടോ, അതിന്റെ സ്പ്രെഡ്, ഡെപ്ത്, ആഴവും ഒക്കെ ഓരോ ലാബിലെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. കമ്പോണൻസിന്റെ ആ സ്പ്രെഡ് അല്ലെങ്കിൽ ഡെപ്ത്, ആഴം ഒക്കെ എന്താ, ആ ലാബില് അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അല്ലെ, അതെങ്ങനെയാണ് LIMS ഇംപ്ലിമെന്റേഷൻ ഡിപ്പെൻഡ് ഓൺ ദ LIMS ഇംപ്ലിമെന്റേഷൻ ഇറ്റ്സെൽഫ്. അതിനെ ആ നടപ്പിലാക്കുന്നതിനെ, ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓൾ ദ LIMS must have a workflow component and some summary data management facility, but beyond that there are notable difference in the functionality. എന്നാൽ നമുക്ക് അതിനപ്പുറം, ബിയോണ്ട് എന്ന് പറഞ്ഞ എന്താ, അതിനപ്പുറം, എന്നാൽ നമുക്ക് അതിനപ്പുറം നമുക്ക് എന്താണ്, ഇതിനൊക്കെ വർക്ക് ഫ്ലോ എങ്ങനെയാ, they all LIMS have a workflow component and some summary data management facilities. അല്ലെ, അതിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് സൗകര്യങ്ങള് ഇതൊക്കെ നമുക്ക് പറയാമെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് അവിടെ ആ ഫങ്ഷൻസ് എന്താണ്, ആ ഫങ്ഷൻസിന് വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാം ഇതും ഒരുപോലെയല്ല. അതാണ് ലാബിലെ പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ട്, ലാബിലുള്ള പ്രവർത്തനങ്ങളെ അനുസരിച്ച് സമ്മറി ഡേറ്റയും അവിടുത്തെ വർക്ക് ഫ്ലോയും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അതില് നേരിയ ഡിഫറൻസ് വരാമെന്നാ പറയുന്നത് കേട്ടോ. പ്രവർത്തനക്ഷമതയിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടെന്നാ പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതിനകത്ത് ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ നിന്നുള്ള രണ്ട് ഇത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടത് ആ ഒരു ഇതിൽ നിന്ന് നോക്കി വെക്കാം കേട്ടോ. പല പേരുകള് ഏത് മൊഡ്യൂളാണ് അല്ലെങ്കിൽ ഏതാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇതൊന്ന് വായിച്ചു വെച്ചേക്കാം. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് ലാബ് ടെസ്റ്റ് റിസൾട്ടിന്റെ ഒരു ഇതാ തന്നേക്കുന്നേ കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഹെഡിങ് നോക്കിയേ, ലാബ് ടെസ്റ്റ് റിസൾട്ട്സ്, ഓരോ ടെസ്റ്റ് റിസൾട്ടിന്റെ ഇതാ കാണിക്കുന്നത്. നമ്മളും നിങ്ങളുടെയും കയ്യിലുണ്ടാവും അല്ലെ, നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ആ റിസൾട്ടുകൾ ആ സിസ്റ്റത്തില് ഉള്ളത്. അതിപ്പോ നമുക്ക് റിസൾട്ട് മാത്രം നമുക്ക് തരുള്ളൂ. ഇങ്ങനെയുള്ള ഡേറ്റാസ് എന്താണ് അവിടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും കേട്ടോ. അടുത്തതാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, സി ആണ് കേട്ടോ. അടുത്ത റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ നമ്മുടെ ലാബിന്റെ ഇത് പറഞ്ഞത് ഏതാണ്, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്താ, ലാബിലെ പ്രവർത്തനങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ഇതോ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അപ്പൊ എവിടത്തെ ആയിരിക്കും, ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റേഡിയോളജിയിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെ. അല്ലെങ്കിൽ റേഡിയോ HMSന്റെ നമ്മള് റേഡിയോളജിയില് അല്ലെങ്കിൽ ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം RIS, അതിന്റെ ഷോർട്ട് ഫോം അണ്ടർലൈൻ ചെയ്തു കേട്ടോ. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം RIS ഈസ് എ കോർ സിസ്റ്റം ഫോർ ദ ഇലക്ട്രോണിക് മാനേജ്മെന്റ് ഓഫ് ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എവിടത്തെ കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നേ, റേഡിയോളജിയിലെ അല്ലെങ്കിൽ ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എക്സ്റേ, സ്കാനിങ്, അൾട്രാസൗണ്ട്, MRI തുടങ്ങിയ ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതായത് റേഡിയോളജിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാനാണ് ഏത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളത്. മേജർ ഫംഗ്ഷൻ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇലക്ട്രോണിക് മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് ലാബിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ RIS ക്യാൻ കൺസിസ്റ്റ് ഓഫ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. RISന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാ ചെയ്യുന്നത്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. അപ്പൊ റേഡിയോളജിയിലേക്കാണെങ്കിൽ നമുക്ക് ഓരോ ടെസ്റ്റുകളൊക്കെ എടുക്കാൻ അപ്പോയിന്റ്മെന്റ് നമുക്ക് ബുക്ക് ചെയ്യാലോ അല്ലെ. പേഷ്യൻസിന്റെ ഷെഡ്യൂളിംഗ് കൈകാര്യം ചെയ്യുന്നുണ്ട്, അവിടുത്തെ റിസോഴ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്. എക്സാമിനേഷൻ, പെർഫോമൻസ് ട്രാക്കിംഗ്, അവിടുത്തെ എന്താ പെർഫോമൻസ്
എങ്ങനെയാണ് അത് ട്രാക്ക് ചെയ്യാനായിട്ട്. റിപ്പോർട്ടിങ് കാര്യങ്ങള്, ഇത് റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ലാബിന്റെ റിസൾട്ട് വിതരണം ചെയ്യുന്നത്, ആൻഡ് പ്രൊസീജിയർ ബില്ലിംഗ് പ്രൊസീജിയർ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസും ഏത് RIS ചെയ്യുന്നുണ്ട്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ചെയ്യുന്ന അതിന്റെ മേജർ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നവ ഏതാ, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് കേട്ടോ. പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്, then report, result distribution and procedure building. RIS complements HIS, Hospital Information System, and PACS, Picture Archiving and Communication System. രണ്ടിന്റെയും ഷോർട്ട് ഫോം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് HIS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HISന്റെ എക്സ്പാൻഡഡ് ഫോം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. PACS എന്ന് പറഞ്ഞാൽ പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ നിർണായകമാണ്. എന്തിന്? ടു എഫിഷ്യന്റ് വർക്ക് ഫ്ലോ ടു റേഡിയോളജി പ്രാക്ടീസസ്. അതായത് റേഡിയോളജിയിലെ പ്രവർത്തനങ്ങൾക്ക് നിർണായകമാണ് ഏത്? HISഉം PACSഉം എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഈ റേഡിയോളജിയിലെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആര്? HISഉം PACSഉം. പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അവിടെ താഴെ ഡയഗ്രം ഉണ്ട്. അപ്പൊ അതൊന്നുകൂടി നോക്കുമ്പോ ക്ലിയർ ചെയ്യും. ഇത് മനസ്സിലായോ? അതായത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ആരൊക്കെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവും PACSഉം, പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അത് ഈ റേഡിയോളജിയിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. RISന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സഹായിക്കും, PACS ഹെൽപ്പ് ചെയ്യും. അതാണ് താഴെ ആ ഡയഗ്രാം കൊടുത്തേക്കുന്നത്. അവിടെ കണ്ടോ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് ഒക്കെ എങ്ങോട്ടാ വെക്കുന്നത്? നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HISലേക്ക് അത് സ്റ്റോർ ചെയ്യൂല്ലേ ഡേറ്റാസ്, അല്ലെ? നമ്മുടെ ഏജ്, ജെൻഡർ, നമ്മുടെ പേര്, അഡ്രസ്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിലേക്ക്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് 1 നമ്പർ കണ്ടോ, ഫസ്റ്റ് കണ്ടില്ലേ? ഫസ്റ്റ് വൺ, പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള് എങ്ങോട്ട്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യും. മനസ്സിലാവുന്നില്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി ആ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അയക്കും. അതായത് നമ്മളിപ്പോ റേഡിയോളജി ചെന്നിട്ട് വീണ്ടും പേര്, അഡ്രസ്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണോ? അത് നേരെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ്? റേഡിയോളജിയിലേക്ക് കണക്റ്റഡ് ആണ്, അല്ലേ? നമ്മളൊരു ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും ഒന്ന് വീണ്ടും അവിടെ ചെന്ന് നമ്മൾ പറയണ്ട. അപ്പൊ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഡേറ്റാസ്, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ എങ്ങോട്ട് പോകും? റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം അതിലേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പൊ അതായത് RISന് ഹെൽപ്പ് ചെയ്യുന്നില്ലേ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അല്ലെ? ഡേറ്റാസ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നില്ലേ? എന്നിട്ട് നോക്കിയേ, പിന്നെ അതുപോലെ തന്നെ അതിന്റെ താഴെ കണ്ടോ, PACS എന്ന് പറഞ്ഞ പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആണ്. നമുക്ക് റിപ്പോർട്ടുകള് ഇതൊക്കെ എന്താ പറയാ, ഇലക്ട്രോണിക്കലി റേഡിയോളജിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇതാട്ടോ PACS എന്ന് പറയുന്നത്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കാണ്. അതിന്റെ പിക്ചർ, ആ ഒരു ഇമേജ് നമുക്ക് കിട്ടുക ചെയ്യുന്നത് PACS എന്ന് പറയുന്നത്. PACS. അപ്പൊ എന്താ, അവിടെ നമ്മുടെ പിക്ചർ കിട്ടും ആ ഡിവൈസിൽ. നമ്മുടെ PACS അതിനകത്ത് പിക്ചർ ആർച്ചീവിംഗ് അല്ലേ, ആ
ഒരു പിക്ചർ നമുക്ക് അവിടെ കിട്ടും കണ്ടോ, PACS. അപ്പൊ അത് രണ്ടും ഏതാണ്, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് 2 കഴിഞ്ഞ് നേരെ അവിടെ 3ലേക്ക് കാണിച്ചേക്കുന്നതാണോ, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരമാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാ ഇത് 3 സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്, തിരിച്ചും ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും, അതുകൊണ്ടാണ് ഡബിൾ സൈഡ് ആയിട്ട് കൊടുത്തേക്കണത്. റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് DICOM മോഡലിറ്റീസ്, അതായത് ഡിജിറ്റൽ ഇമേജിംഗ്, അവിടെ ഒന്ന് എഴുതി വെച്ചോട്ടോ, അത് അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചോടെ. ഡിജിറ്റൽ imaging, IMAGING, imaging and communication in medicine. Digital imaging and communication in medicine. Digital imaging and communication in medicine. Digital imaging and communication in medicine. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്താ, ഇപ്പൊ എക്സ്റേ ആണോ അല്ലെങ്കിൽ സ്കാനിങ്ങോ, അതിലേക്ക് വിടും. റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഏതാണ്, അത് പല ഇത് കാണിച്ചേക്കുന്നുണ്ടോ, അതായത് ഏതാണ്, എക്സ്റേ ആണോ സ്കാനിങ് ആണോ, അങ്ങനെയുള്ള ആ ഇൻഫർമേഷൻ ആ സെക്ഷനിലേക്ക് വിടും കണ്ടോ. അവിടെ 3 നെക്സ്റ്റ് നോക്കിയ 4 കണ്ടോ, റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട്സ് സ്റ്റഡി ഉണ്ടോ, ആ ടെസ്റ്റ് നടത്തി അതിന്റെ റിപ്പോർട്ടുകൾ അവിടെ തയ്യാറാക്കും. റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷൻ കണ്ടോ, റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷൻ, അതാണ് ഒരു പിക്ചർ അവിടെ കൊടുത്തേക്കണം കേട്ടോ, ആ നമ്പർ അനുസരിച്ച്. ഏതാണ് 0 ഓയാണോ, അതിനകത്ത് കമ്മ്യൂണിക്കേഷന്റെ ആണ് CO എന്ന് കാണിച്ചേക്കണേ കേട്ടോ, CO അതാണ് ഡിജിറ്റൽ ഇമേജിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. COM എന്ന് പറഞ്ഞില്ലേ, അത് കമ്മ്യൂണിക്കേഷന്റെ ആണ് കാണിച്ചേക്കുന്നത്. ഇൻ മെഡിസിൻ, ഡിജിറ്റൽ ഇമേജിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻ. അപ്പൊ അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഡേറ്റ നേരെ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഏതാണ്, എക്സ്റേ ആണോ സ്കാനിങ് ആണോ ഏതാന്ന് വെച്ചാൽ ആ ഒരു സെക്ഷനിലേക്ക് വിടും. അവിടെ അത് കഴിഞ്ഞിട്ട് നേരെ റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷൻ, അതായത് റിപ്പോർട്ടുകൾ അവിടെ ആ ടെസ്റ്റ് നടത്തി അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. അതാണ് ഇവിടെ താഴെ കാണിച്ചേക്കുന്നത് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് റിപ്പോർട്ട്സിന്റെ പിക്ചർ, അതാണ് കണ്ട. Medical imaging technology that store and transmit images and reports electronically for radiology. അപ്പൊ നമ്മൾ അതായത് പിക്ചർ അവിടെ കിട്ടുകയാണ്, അതാണ് പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞത്. 2 സൈഡിലേക്ക് വരുന്നുണ്ട്, അവിടെ നിന്നും റേഡിയോളജിയിലേക്ക്. അതാണ് PACS-ഉം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവും RIS-നെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കുന്നത്, അതിന്റെ ഘടകങ്ങളാണ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അവിടെ നിന്നും ഇൻഫർമേഷൻ ഒക്കെ റേഡിയോളജിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത്. അതിൽ നിന്നൊന്നും എക്സാമിനൊന്നും വരില്ല, അതുകൊണ്ട് അതിൽ നമ്മൾ അവിടെ ഫോഴ്സ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് എന്താണ് വർക്ക് ഫ്ലോ എന്നുള്ളതൊന്ന് നോട്ട് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പൊ ലാസ്റ്റത്തെ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ RIS കോംപ്ലിമെന്റ്സ് എന്തിനൊക്കെയാണ്, കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ പൂരകമാക്കുന്നു. അതായത് HIS-നെയും PACS പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും RIS-ന്റെ ഘടകങ്ങളാണ്, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തത് ബേസിക് ഫീച്ചേഴ്സ് ആണ്. അതിനകത്ത് ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന RIS-ന്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ് കേട്ടോ. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അതിനകത്ത് ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെന്നോ അങ്ങനെയാണ് ചോദിക്കുള്ളൂ, അല്ലാതെ വേറെ അവിടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നുമില്ല. പോയിന്റ്സുകൾ ഒന്നും നോട്ട് ചെയ്ത് വെക്കാം, മനസ്സിലാക്കുക കേട്ടോ. അതിനകത്ത് നോക്കിയാൽ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം കോമൺലി സപ്പോർട്ട് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സിനെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു.
റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് കോമൺലി സപ്പോർട്ട് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അവര് അത് ചെയ്യുന്നത് നോക്കി, എന്തൊക്കെ കാര്യങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് നോക്കി, പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ഹെൽപ്ഫുൾ അല്ലേ? അല്ലെ? പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ, പേഷ്യൻസിന് അവർക്കുടെ സമയം അനുസരിച്ച് അല്ലെ ഷെഡ്യൂളിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. ഇത് നമ്മൾ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് പോയിന്റ്സ് എല്ലാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കാൻ പാകത്തിന് ഒന്ന് മനസ്സിൽ തട്ടി ഒന്ന് വായിച്ചു പോവുക കേട്ടോ. ഇനി പ്രത്യേകിച്ച് പഠിക്കാനായിട്ട് അവിടെ സമയം കളയണ്ട, ഒന്ന് നോക്കാം ഈ പോയിന്റ്സ് കാണുമ്പോൾ ഫീച്ചേഴ്സ് ആണോ എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കാം. നോക്കിയ പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. പേഷ്യൻസിന്റെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഷെഡ്യൂളിംഗ് അവരുടെ ടൈം അനുസരിച്ചും നമ്മുടെ കംഫർട്ട് അനുസരിച്ചൊക്കെ ഷെഡ്യൂളിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്. പേഷ്യൻസിന്റെ ലിസ്റ്റ് അല്ലെ, പേഷ്യൻസിന്റെ നമുക്ക് അതായത് നമുക്കിപ്പോ എന്താ പറയാ അപ്പോയിന്റ്മെന്റ്സ് ആണെങ്കിൽ അവര് മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെ, അപ്പൊ അങ്ങനെ ചില ഇതൊക്കെ നമുക്ക് എന്താ പേഷ്യൻസ് നമുക്ക് നേരെ ടെസ്റ്റ് ചെയ്യൂല. ചിലപ്പോ നമ്മള് വെള്ളമൊക്കെ കുടിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറയൂലേ. അപ്പൊ ആ സമയം വരെയൊക്കെ ആ ലിസ്റ്റ് അനുസരിച്ച് ഇപ്പൊ ഓരോ പേഷ്യൻസിനും എന്താണോ ചെയ്യേണ്ടത് അതനുസരിച്ചൊക്കെ എന്താ അവരെ ഒന്ന് സെറ്റ് ചെയ്യുക അല്ലെ, അവരൊന്ന് പേഷ്യന്റ് പ്രിപ്പയർ ചെയ്യുക, അവർക്ക് അതിനുള്ള ടൈം കൊടുക്കുക, അപ്പോയിന്റ്മെന്റ്സ് അവരെ മോണിറ്റർ ചെയ്യുക. അതാണ് മൊത്തത്തില് പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്. ആ ലിസ്റ്റ് അനുസരിച്ച് അവിടുത്തെ ഇത് മാനേജ് ചെയ്യുക. അടുത്ത് നോക്കിയേ, മോഡലിറ്റി ഇൻഫറൻസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. വർക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ പറഞ്ഞേക്കുന്നത്. മോഡലിറ്റി എന്ന് പറഞ്ഞാൽ രീതികളാണ്, കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. നമ്മളും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അതാണ്. അതിനുള്ള രീതികള് നമുക്ക് ആ വർക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ രീതികൾ. അതായത് നമ്മള് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് HIS നിന്നോ ഒക്കെ പേഷ്യൻസിന്റെയും അവർക്കുടെയൊക്കെ വിവരങ്ങള് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജ് ഉപകരണങ്ങളുടെ ഒരു ഡേറ്റാബേസ് ആണ്. ആ വർക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ ആ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ അതിന്റെ രീതികളെയൊക്കെ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അടുത്ത് നോക്കിയ വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫ്ലോ അവിടുത്തെ പ്രവർത്തനങ്ങളില്ലേ, നമ്മൾ ചെന്ന് രജിസ്റ്റർ ചെയ്യുന്നത് മുതല് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അല്ലെ, രജിസ്ട്രേഷൻ മുതലുള്ള അവിടുത്തെ ആ മൊത്തത്തിലുള്ള വർക്ക് ഫ്ലോ അത് കൈകാര്യം ചെയ്യുക. കണ്ടോ, വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. റിക്വസ്റ്റുകള് അതുപോലെ തന്നെ ഡോക്യുമെന്റ് സ്കാനിങ്ങിന്റെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ദെൻ റിസൾട്ട് എൻട്രി. ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് എൻട്രി ചെയ്യണ്ടേ, ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് എൻട്രി ചെയ്യണം അതിലേക്ക്. അപ്പൊ അത് അങ്ങനെ റിസൾട്ട് എൻട്രി ചെയ്യുക എന്നുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നേഷൻ VR. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് അതായത് ചിലപ്പോ എന്താ പറയാ ഡോക്ടേഴ്സോ സ്റ്റാഫൊക്കെ വഴി നേരെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് അവരുടെ വോയിസ് ഇപ്പൊ നമ്മള് എന്താ പറയാ പേപ്പറിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതല്ല, നമുക്ക് ഇമേജ് അല്ലാതെ നമുക്ക് വോയിസ് നമുക്ക് എന്താ റിപ്പോർട്ട് ചെയ്യും. ഇപ്പൊ അവിടുത്തെ എന്താണെന്നുള്ള ഡയറക്റ്റ് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം. അതാണ് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നേഷൻ VR എന്ന് പറയുന്നത് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്.
ഡോക്ടേഴ്സോ സ്റ്റാഫൊക്കെ വഴി കമ്പ്യൂട്ടറിലേക്ക് എന്താണ് അവരുടെ വോയിസ് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. പേഷ്യന്റിന്റെ ലെറ്റേഴ്സ്, അതായത് ഏത് സാമ്പിൾ ആണോ നമ്മൾ കളക്ട് ചെയ്തത് ആ ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഡേറ്റ്, ഡോക്ടറിന്റെ പേര് ഏത് ഡോക്ടറിനാണ് അല്ലെങ്കിൽ ഏതാണ്, അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ പേഷ്യന്റ് ലെറ്റർ, അതുപോലെ തന്നെ ആ റിപ്പോർട്ടുകളുടെ പ്രിന്റഡ് റിപ്പോർട്ട്സ് ഉണ്ടോ, ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടുകള് പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ. അതാണ് പ്രിന്റബിൾ ലൈക്ക് പ്രിന്റ് ആയിട്ട് എടുക്കാന്ന്. പേഷ്യൻസിന്റെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ടുകള് പ്രിന്റബിൾ ആക്കാം, അല്ലെങ്കിൽ അതിന്റെ കോപ്പി നമുക്ക് ഇത് വഴി നമുക്ക് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Resultant transmission by integration or emailing of clinical reports. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലിനിക്കൽ റിപ്പോർട്ടുകൾ നമുക്ക് മെയിൽ വഴി അയക്കാനോ ഇന്റർനെറ്റ് വഴിയൊക്കെ നേരെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഡോക്ടറിന്റെ ടേബിളിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ റിപ്പോർട്ട് എടുക്കാൻ പറ്റൂലേ. ഇപ്പൊ നമ്മളോട് പേഷ്യന്റിനോട് ഇത് ടെസ്റ്റ് സ്കാനിങ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കയ്യിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവിടുന്ന് സ്റ്റാഫ് റിപ്പോർട്ട് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ മെയിൽ വഴി ഡോക്ടറിന്റെ ടേബിൾ അല്ലെങ്കിൽ ഡോക്ടറിന്റെ സിസ്റ്റത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. എന്താണ് റിസൾട്ട് ട്രാൻസ്മിഷൻ ബൈ ഇന്റഗ്രേഷൻ ഓർ ഇമെയിൽ ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ട്സ്. അങ്ങനെ ക്ലിനിക്കൽ റിപ്പോർട്ട്സുകൾ നേരെ മെയിൽ ചെയ്ത് കൊടുത്ത് ഇമെയിലിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി വിവരങ്ങൾ കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ പേഷ്യന്റ് ട്രാക്കിംഗ്, പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട്, അതായത് അവരുടെ റിപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാലോ. അതായത് റിപ്പോർട്ട്സ് എവിടെ വരെ എത്തി അല്ലെ എന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. റിപ്പോർട്ടായോ അല്ലെ, അപ്പൊ ആ ഒരു സിസ്റ്റം വഴി നമുക്ക് ആ റിസൾട്ടിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. പേഷ്യൻസിന് അവരുടെ റിപ്പോർട്ടുകൾ എവിടം വരെ എത്തി എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്, അതായത് നമുക്ക് ആ പേഷ്യൻസിന്റെ ആ റിപ്പോർട്ട് അല്ലെ, അത് നമുക്ക് പേഷ്യന്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഡോക്ടറിന് എന്താണ് ആ റിപ്പോർട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെ. റിപ്പോർട്ട് നോക്കിയിട്ട് പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയാണ് അല്ലെ എന്നൊക്കെ ഡോക്ടറിന് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അങ്ങനെ എന്താ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്. അപ്പൊ ആ ജസ്റ്റ് നമുക്ക് അതിനകത്ത് സിസ്റ്റത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പേഷ്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ ഡോക്ടറിന് കറക്റ്റ് ആയിട്ട് കിട്ടും. Then creation of technical files, ടെക്നിക്കൽ ഫയലുകൾ തയ്യാറാക്കാൻ സാധിക്കുന്നു. അടുത്ത് നോക്കിയേ മോഡലിറ്റി ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മോഡലിറ്റി എന്ന് പറഞ്ഞ രീതികള്, അതുപോലെ ഇപ്പൊ എക്സ്റേക്ക് ചെയ്യുന്ന അതേ രീതികളായിരിക്കോ വേറെ ഇപ്പൊ സ്കാനിങ്ങിന് വന്നത്. അപ്പൊ ഓരോ ടെസ്റ്റിനും അതിൻ്റെതായ രീതികളുണ്ട് അല്ലെ. മോഡലിറ്റീസ് പല രീതികളുണ്ട്. അതിന് വേണ്ട മെറ്റീരിയൽസ് സെയിം ആയിരിക്കോ? അതിന് വേണ്ട മെറ്റീരിയൽസും ഡിഫറൻസ് ആയിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ ആ ടെസ്റ്റുകളുടെ രീതികളും അതുപോലെ അതിന് വേണ്ട മെറ്റീരിയൽസ് അല്ലെ, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പൊ ഓരോന്നിനും വേണ്ട മെറ്റീരിയൽസും ഡിഫറൻസ് ആയിരിക്കും. അത് ഓരോന്നും ഓരോ രീതിയിലായിരിക്കും നമുക്ക് ആണ്. പിന്നെ ലാസ്റ്റ് വരുന്ന കോൺസെന്റ് മാനേജ്മെന്റ്, സമ്മതം. അതായത് ഇപ്പൊ നമുക്ക് പേഷ്യൻസിന് നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സെക്യൂരിറ്റിയോട് കൂടി തന്നെയാണ് അവിടെ സൂക്ഷിക്കുന്നത് അല്ലെ. പേഷ്യൻസിന് കൊടുക്കുന്ന വിവരങ്ങൾ സെക്യൂരിറ്റിയോട് കൂടി തന്നെയാണ് അവിടെ സൂക്ഷിക്കുന്നത്. പേഷ്യൻസിന് അവരുടെ സമ്മതത്തോട് കൂടി തന്നെ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് നമ്മുടെ വിവരങ്ങൾ കൈമാറാൻ പറ്റും അല്ലെ. കോൺസെന്റ് മാനേജ്മെന്റ്, അവരുടെ സമ്മതം, അതാണ് പേഷ്യൻസിന്റെ ആ സമ്മതത്തോടു കൂടി തന്നെ അല്ലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് എന്താ പറയാ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ നമുക്ക് അത് എന്താ പറയാ വിവരങ്ങള് നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊരു സെക്യൂരിറ്റി ആണ്. അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അവിടെ സെക്യൂർ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമ്മതത്തോടു കൂടി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും മാനേജ് ചെയ്യുക അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ബേസിക് ഫീച്ചേഴ്സ്. ജസ്റ്റ് ഫോൺസുകൾ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ബൈഹാർട്ടൊന്നും ചെയ്യണ്ട, ഏകദേശം നമുക്ക് വായിച്ചാൽ അറിയാം ഇൻക്ലൂഡ് ചെയ്യണയാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണയല്ലോ എന്ന് ചോദിച്ചാൽ ഒന്ന് മനസ്സിലാക്കി വെക്കാം.
അടുത്തതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് CPOE എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഇപ്പൊ ഫിസിഷ്യൻ എങ്ങനെയാ നമുക്ക് എന്താ പറയാ, നമ്മുടെ മരുന്നും കാര്യങ്ങളും ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാ? പേപ്പറിലാണോ കൂടുതൽ, ഷീറ്റിലാണോ എഴുതി തരുന്നത്? ആണോ? അല്ല അല്ലേ? ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ കൂടി തന്നെയാണ് അല്ലെ? അപ്പൊ നോക്കിയേ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, അതർവൈസ് നോൺ ആസ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡഡ് ഓർഡർ എൻട്രി. എന്തെന്ന് പറയാം? കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി ഓർ കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. അപ്പൊ മറ്റു പേരുകളാട്ടോ, അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എയിൽ തരും കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. ഓപ്ഷൻ ബി ആയിട്ട് തരും കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. ഓപ്ഷൻ സിയിൽ തരും ബോത്ത് എ ആൻഡ് ബി തരും. അടുത്തത് നൺ ഓഫ് ദ എബോവ് അങ്ങനെ തരാം. അപ്പൊ അങ്ങനെ മറ്റുള്ള പേരുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. refers to the process of a medical professional entering and sending medication order. അതായത് ഡോക്ടറിന് നമുക്ക് ഈ മെഡിക്കേഷൻ ഓർഡർ, ഇപ്പൊ പേഷ്യൻസിനെ നോക്കിയിട്ട് അവർക്ക് കൊടുക്കുന്ന മരുന്നുകളില്ലേ, അത് നമുക്ക് എങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റും? അത് എൻട്രി ചെയ്യാം. എൻട്രിങ് ആൻഡ് സെൻഡിങ് മെഡിക്കേഷൻ ഓർഡർ ആൻഡ് ട്രീറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻസ്. ട്രീറ്റ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ, 1 വീതം 3 നേരം കഴിക്കണം, ആഹാരത്തിന് മുന്നേ കഴിക്കണം, അങ്ങനെ ആ ഒരു മെഡിക്കേഷൻസ് അവർക്ക് എന്താ ട്രീറ്റ്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന് എന്തൊക്കെയാണ് എന്നുള്ള മരുന്നുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇലക്ട്രോണിക്കലി, കണ്ടോ ഫിസിഷ്യൻ എങ്ങനെയാ എൻട്രി ചെയ്യുന്നത് അതിലെത്തിക്കുക? സിസ്റ്റം ഇലക്ട്രോണിക്കലി, അത് സിസ്റ്റം വഴിയാണ്. ബൈ വേ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എന്തിനു പകരം? ഇൻസ്റ്റെഡ് ഓഫ് ഓൺ പേപ്പർ ചാർട്ട്. കണ്ടോ, പേപ്പർ ചാർട്ടുകൾക്ക് പകരം ഇപ്പൊ ഡോക്ടർ എങ്ങനെയാണ് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ സെൻഡ് ചെയ്യുന്നത്? മെഡിക്കേഷൻ ഓർഡർ, ട്രീറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് അയക്കുന്നത്? അത് ഇലക്ട്രോണിക്കലി ബൈ ദ വേ ഓഫ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്, അത് സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ് ഇത് എന്താ അയക്കുന്നത് അല്ലേ? ഡോക്ടർ തന്നെയാവാം, അല്ലെങ്കിൽ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ആവാം. ഇപ്പൊ നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഡോക്ടർ നമുക്ക് ചീറ്റിലല്ല മരുന്ന് എഴുതി തരുന്നേ, നേരെ സിസ്റ്റത്തിലേക്ക്. ഒന്നില്ലെങ്കിൽ ഡോക്ടർ തന്നെ എൻട്രി ചെയ്യും, അല്ലെങ്കിൽ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ഉണ്ടാവും അല്ലെ. അവര് ഡോക്ടർ പറയും പിന്നെ മെഡിസിൻ എന്ന് പറയുമ്പോ അത് സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യും. എന്നിട്ട് നേരെ നമ്മൾ ഫാർമസി പോയി നിന്നാ പോരെ പിന്നെ. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് നേരെ ഡോക്ടറിന്റെ സിസ്റ്റത്തിൽ നിന്ന് നേരെ ഫാർമസിയിലേക്ക് അത് ഓൾറെഡി അവര് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ മാത്രം കാണിച്ചാൽ മതി, മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഫാർമസിയിൽ ഓൾറെഡി അവര് എന്താ പറയാ സിസ്റ്റത്തിലേക്ക് വരും. അത് അവര് എന്താ കറക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവും. നമ്മള് ഫാർമസിയിൽ നിന്ന് നമ്മള് എന്ത് ചെയ്താൽ മതി, നമ്മള് കളക്ട് ചെയ്ത് ബില്ലടച്ചിട്ട് കേട്ടോ, ബില്ല് പേയ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ഫാർമസിയിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് നമ്പർ ആകുമ്പോഴത്തേക്കും അവിടുന്ന് നമുക്ക് മരുന്നുകൾ കളക്ട് ചെയ്യാം. അത് നേരത്തെ പോലെ ഡോക്ടർ നമ്മുടെ കയ്യിൽ ചീട്ട് എഴുതി തന്നിട്ട് ആ ചീട്ട് കൊണ്ടുപോയി ഫാർമസിയിൽ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പൊ അങ്ങനെയൊന്നും വേണോ? അങ്ങനെ ആവശ്യമുണ്ടോ ഇപ്പൊ? അല്ലെ, നേരത്തെ ഡോക്ടർ നമ്മുടെ കയ്യിൽ എഴുതി തരാറല്ലേ, പേപ്പറിൽ എഴുതി തരും, പേപ്പറിൽ ലെറ്റർ പാഡിൽ എഴുതി തരും ഡോക്ടർ. അപ്പൊ അത് നേരെ നമ്മൾ ഫാർമസിയിൽ പോയി അത് കൊടുത്ത് പിന്നെ അത് അവിടെ 10 പേരുണ്ടെങ്കിൽ നമ്മൾ ക്യൂ നിന്ന് നമ്മുടെ ചീട്ട് കൊടുത്ത് അവര് വായിച്ച് പിന്നെ മരുന്നെടുത്ത്. ഇപ്പൊ അങ്ങനെയൊന്നും വേണ്ട, ഇതൊക്കെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് സാധ്യമാകും. അപ്പൊ അങ്ങനെ ഡോക്ടറിന് മെഡിക്കേഷൻസ്, ട്രീറ്റ്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് എന്താ സിസ്റ്റം വഴി സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. അവിടെ പേപ്പറിലല്ല ഫിസിഷ്യൻ എഴുതുന്നത്, എങ്ങനെയാണ്? കമ്പ്യൂട്ടറിലാണ്. പേരിൽ തന്നെ അറിയാലോ. ഓക്കെ, നെക്സ്റ്റ് കണ്ടോ, അതൊരു ഓർഡർ എൻട്രിയുടെ ഇതാ കാണിച്ചേക്കുന്നത് കേട്ടോ. ഓർഡർ എൻട്രിയുടെ ഒരു ഇതാണ് തന്നേക്കണം, മരുന്നിന്റെ കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി അതിന്റെ താഴെയുള്ള ഒരു ഇത് നോക്കി, CPOE ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ. കണ്ടോ, ഇത് ഡോക്ടർ എഴുതുന്ന ആ ഇതില്ലേ, അതിന്റെ ഒരു ഇതാട്ടോ, വർക്ക് ഫ്ലോ ആണ് കൊടുത്തേക്കുന്നത്. CPOE
കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി അതിന്റെ ഒരു വർക്ക് ഫ്ലോ ആണ് എങ്ങനെയാണുള്ളത്. ഫസ്റ്റ് നോക്കിയേ, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ എങ്ങോട്ട് കൊടുക്കും, എങ്ങോട്ടേക്ക് അവര് പേഷ്യൻസിനെ കുറിച്ച് ഇലക്ട്രോണിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ടോ, EHR സിസ്റ്റം, അതുവഴി ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നിന്ന് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ CPOE സിസ്റ്റത്തിലേക്ക് അയക്കും. അതാണ് ഫസ്റ്റത്തെ കേട്ടോ, CPOE സിസ്റ്റം. ആ CPOE സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെയാണ് എന്ത് ചെയ്യുന്ന ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ, സിസ്റ്റത്തില് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. അത് നേരെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നുകൂടി കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു, അത് ഡോക്ടർ നമുക്ക് ആ നേരെ അത് CDSS സിസ്റ്റത്തിലേക്ക് വരും, ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അത് ഒന്ന് നോട്ട് ചെയ്ത്, ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ഇല്ല. ക്ലിനിക്കൽ ഡിസിഷൻ, DECISION ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. സപ്പോർട്ട് ചെയ്യാണ്, അതായത് കമ്പ്യൂട്ടർ വഴി ഇലക്ട്രോണിക്കലി എൻറ്റർ ചെയ്യുന്നതാണ് അല്ലെ CPOE എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ ഫിസിഷ്യൻ ഓർഡർ എൻട്രി. അവിടെ നിന്ന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നേരെ ക്ലിനിക്ക് എന്തെങ്കിലും ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഡോക്ടറിന് എന്തെങ്കിലും ക്ലിനിക്കൽ ഡിസിഷനിൽ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളൊക്കെ വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട് CDSS സിസ്റ്റത്തിലേക്ക് അയക്കും. എന്നിട്ട് നോക്കിയേ, എന്നിട്ട് തിരിച്ചും അത് CPOE സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. അടുത്ത അവിടെ നോക്കിയേ, പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുണ്ട്, പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം PMS ആട്ടോ, PMS. അപ്പൊ അഡ്മിനിസ്ട്രേഷന്റെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷന്റെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ. അതായത് ഷെഡ്യൂളിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, ബില്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, പേഷ്യൻസിന്റെ റെക്കോർഡുകൾ, റിപ്പോർട്ടിംഗ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് PMS ചെയ്യുന്നത്. പേഷ്യന്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാട്ടോ, പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം ചെയ്യുന്നത്. അതായത് എന്താ പറയുന്നത്, അഡ്മിനിസ്ട്രേഷന്റെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ അതിന്റെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ. എന്നിട്ട് CPOE സിസ്റ്റത്തിൽ നിന്ന്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, അവിടെ നിന്ന് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടാ നോക്കിയ, ഫാർമസി, മരുന്നുകളാണെങ്കിൽ ഫാർമസി, അല്ലെ ലാബില് ടെസ്റ്റുകൾക്ക് കാര്യങ്ങളാണെങ്കിൽ ലബോറട്ടറിയിലേക്ക്. അടുത്തത് റേഡിയോളജി സെന്റേഴ്സ്, റേഡിയോളജി എന്തെങ്കിലും സ്കാനിങ്ങോ ഇമേജിംഗ് ടെക്നിക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നേരെ റേഡിയോളജി സിസ്റ്റത്തിലേക്ക് പോകുന്നു. അതാണ് ജസ്റ്റ് ഒന്ന് ഒരു വർക്ക് ഫ്ലോ ആണ് കാണിച്ചേക്കുന്നത് കേട്ടോ. CPOE കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി അതിന്റെ ഒരു വർക്ക് ഫ്ലോ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ ഇല്ല, അതായത് പിക്ചർ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന് ഒന്നില്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ യൂസസ്, നിങ്ങൾ കമ്പ്യൂട്ടറിന് പറഞ്ഞ ചാപ്റ്റർ എടുത്തില്ല അല്ലെ, നിങ്ങൾക്ക് തുടങ്ങിയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറച്ച് കമ്പ്യൂട്ടറിന്റെ യൂസസ് ഒക്കെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ 10 യൂസാ പഠിക്കാനുള്ളത്. നമുക്ക് 10 യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലുകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള 10 യൂസുകൾ, 10 യൂസസ് ആ പഠിക്കാനുള്ളത് കേട്ടോ. ഫസ്റ്റത്തെയാണ് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ നിലനിർത്തുന്നു അല്ലെ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മള്, EHR ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പറഞ്ഞില്ലേ. അതിനകത്തൊക്കെ എന്താ, നമ്മൾ കൊടുക്കുന്ന വിവരങ്ങള് എവിടെയാ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ, HIMS സ്റ്റോർ ചെയ്യുന്നു. നോക്കിയേ, മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് ഇൻഫർമേഷൻ അല്ലെ. കമ്പ്യൂട്ടറിലല്ലേ നമ്മുടെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നേ അല്ലെ. ഒരു ദിവസം തന്നെ എത്ര
പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലെ. അപ്പൊ അവർക്കുടെ ഓരോരുത്തർക്കുടെയും പേര്, അഡ്രസ്സ്, ഏജ്, ഏത് ഡോക്ടറിനെ കാണണ്ടേ, എന്താണ് ഇതെന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈം ഉൾപ്പെടെ നമ്മൾ ഏത് ടൈമാ വന്നത് അല്ലെ, അങ്ങനെ എല്ലാ വിവരങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻസ് ആണെങ്കിലും ഒക്കെ എന്താണ് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് നിലനിർത്തുക. അതാണ് കമ്പ്യൂട്ടറിന്റെ ഒന്നാമത്തെ യൂസ് കേട്ടോ. മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ, പേഷ്യൻസിന്റെ വിവരങ്ങള്, പേഷ്യൻസിന്റെ ഡേറ്റാസ് മെയിൻറ്റെയിൻ ചെയ്യുക. പേഷ്യന്റ് ഇൻഫർമേഷൻ ഈസ് കെപ്റ്റ് ഓർഗനൈസ്ഡ്, സേഫ് ആൻഡ് റീഡിലി അവൈലബിൾ ഓൺ എ കമ്പ്യൂട്ടർ. അണ്ടർലൈൻ ചെയ്തത്. പേഷ്യൻസിന്റെ വിവരങ്ങൾ എങ്ങനെയാ സൂക്ഷിക്കുന്നേ? നമ്മൾ പേപ്പറിൽ കുറെ മടക്കി വലിച്ചു വാരി കൊണ്ടുവന്നാണോ? എങ്ങനെയൊക്കെയാ സൂക്ഷിക്കുന്നത്? പേഷ്യന്റ് ഇൻഫർമേഷൻ ഇസ് കെപ്റ്റ് എങ്ങനെയാ? ഓർഗനൈസ്ഡ് അല്ലെ, നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത്, സേഫ് വളരെ സുരക്ഷിതമായിട്ട്, റീഡിലി അവൈലബിൾ നമുക്ക് പെട്ടെന്ന് അല്ലെ, റെഡിലി നമുക്ക് പെട്ടെന്ന് അവൈലബിൾ. ഇപ്പൊ നമ്മൾ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടൂലേ? നമ്മളിപ്പോ കൊടുത്തു നമ്മുടെ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുത്തു, ഒറ്റ ക്ലിക്കിൽ ആ നമ്പർ അടിക്കേണ്ട താമസം അല്ലെ, അപ്പൊ തന്നെ നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വന്നില്ലേ? ഓരോ പ്രാവശ്യം നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പേര്, അഡ്രസ്സൊക്കെ ഓരോ പ്രാവശ്യം കൊടുക്കണ്ട. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ കൊടുക്കുക, ബാക്കി സിസ്റ്റത്തിൽ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് അവൈലബിൾ ആണ് അല്ലെ സിസ്റ്റത്തില്. ചീട്ടൊക്കെ ആണെങ്കിലോ ചാർട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ആ റൂമിൽ പോയി തപ്പി നമ്മുടെ ആ ഇത് നമ്പർ നോക്കിയില്ലേ, കുറെ ഫയലുകൾ തെരഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇതെങ്ങനെയാ? ഓർഗനൈസ്ഡ്, കുറച്ചുകൂടി സംഘടിതമാണ്, സേഫ് ആണ്, റീഡിലി അവൈലബിൾ. നമുക്ക് പെട്ടെന്ന് റെഡിലി നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കും കമ്പ്യൂട്ടറിൽ. ഇൻ ആൻ എമർജൻസി മെഡിക്കൽ സ്റ്റാഫ് നീഡ് ടു അസിസ്റ്റ് ടു പേഷ്യന്റ് റെക്കോർഡ്സ്. അപ്പോ ഇൻ ആൻ എമർജൻസി കോമന്റ് കേട്ടോ അവിടെ. ഇൻ ആൻ എമർജൻസി, ഒരു അടിയന്തരാവസ്ഥയില് മെഡിക്കൽ സ്റ്റാഫിന് പെട്ടെന്ന് പേഷ്യൻസിന്റെ റെക്കോർഡിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ശരിയല്ലേ? നമ്മളൊരു എമർജൻസി ആയിട്ട് നിന്നു, നമ്മുടെ ചീട്ട് എടുക്കണമെങ്കിൽ, നമ്മുടെ ചാർട്ട് എടുക്കണമെങ്കിൽ നമുക്ക് കുറെ ടൈം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? മറ്റേതാണെങ്കിൽ നമ്മൾ പോയി റൂമിൽ പോയി ഫയലുകൾ നോക്കി നമ്മുടെ നമ്പർ കണ്ടുപിടിച്ച് കുറെ സമയം പോകും. ഇതാകുമ്പോഴോ പെട്ടെന്ന് ആ റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫിന് പെട്ടെന്ന് അവർക്കുടെ ഫയല് കണ്ടെത്താൻ പറ്റൂലേ? അല്ലെ? ആ ജസ്റ്റ് ആ നമ്പർ മാത്രം ഒന്ന് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? അതാണ് ഒരു എമർജൻസി ആകുമ്പോൾ മെഡിക്കൽ സ്റ്റാഫിന് പെട്ടെന്ന് പേഷ്യൻസിന്റെ റെക്കോർഡിലേക്ക് പ്രവേശിക്കാൻ പറ്റും, അല്ലെ പേഷ്യൻസിന്റെ ഡേറ്റയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ദെയർ ആർ ലെസർ, ഇനി അതിന്റെ എന്താ ഒരു പ്രത്യേകത? ലെസർ റിസ്ക് ഓഫ് ഡേറ്റ ലോസ്. ഡേറ്റ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കണോ? നമ്മൾ ഫയലൊക്കെ ആകുമ്പോ ചിലപ്പോ ഒരു ഫയല് വല്ല മിസ്സായി നിങ്ങൾ വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു പേപ്പർ കീറിപ്പോയി നിങ്ങൾ വിചാരിക്കാം. ഇതിങ്ങനെ ഡേറ്റാസ് നഷ്ടപ്പെട്ടു പോകുന്ന റിസ്ക് കുറയ്ക്കാൻ പറ്റൂലോ. ഡേറ്റ ലോസ് ഓർ മിസ്മാച്ചിങ് വൈൽ യൂസിങ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഡേറ്റ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ആ ഒരു പേടി, ആ ഒരു റിസ്ക് നമുക്ക് കുറയ്ക്കാം. അല്ലെങ്കിൽ മിസ്മാച്ചിങ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കറക്റ്റ് ആണ്, മാച്ചാവാതെയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും വരൂല അല്ലെ. നമുക്ക് വളരെ കൃത്യതയോട് കൂടി തന്നെ അവിടെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അച്ചടക്കത്തോടു കൂടി, ചിട്ടയോട് കൂടി, സേഫ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ലഭിക്കാൻ പാകത്തിന് കമ്പ്യൂട്ടറിൽ പേഷ്യൻസിന്റെ വിവരങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എളുപ്പമല്ലേ? ഫസ്റ്റത്തെ കമ്പ്യൂട്ടറിന്റെ യൂസ് എന്താ? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ? കുറച്ചും കൂടി ചിട്ടയായിട്ട്, സേഫ് ആയിട്ട്, പെട്ടെന്ന് ലഭിക്കുന്ന രീതിയിൽ ഡേറ്റാസ് എന്ത് ചെയ്യാണ്? സ്റ്റോറിയിലേക്കാണ് സൂക്ഷിച്ചേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റാഫിന് പേഷ്യൻസിന്റെ റെക്കോർഡിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റും. അതുകൂടാതെ അതിനെന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഡേറ്റാസ് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു റിസ്ക് അത് കുറയ്ക്കാൻ പറ്റും. അത് മിസ്മാച്ച് ആവുന്നത് അല്ലെ, അതൊക്കെ നമുക്ക് ഡേറ്റ ലോസ് ഓർ മിസ്മാച്ചിങ് ചെയ്യുന്നത്, അല്ലെ ഡേറ്റ നഷ്ടപ്പെട്ടു പോകുന്നത്, ആ സാധ്യതയൊക്കെ നമുക്ക് ഇതിലൂടെ കുറയ്ക്കാൻ പറ്റും. കമ്പ്യൂട്ടർ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ നമ്പർ അടിച്ചു കൊടുത്താൽ കറക്റ്റ് വരുമല്ലോ. അവിടെ വേറെ ആരും എടുത്തോണ്ട് പോകുമോ അല്ലെങ്കിൽ ഒന്നുമില്ല, നഷ്ടപ്പെട്ടു പോകുമോ, പേപ്പർ കീറിപ്പോകുമോ, ഇതൊന്നും ഇല്ല അല്ലെ. അങ്ങനെ ഡേറ്റാസ് ഒക്കെ നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു റിസ്ക് കുറയ്ക്കാൻ പറ്റും. ക്ലിയർ ആണോ?
ഫസ്റ്റത്തെ രണ്ടാമത്തെ നോക്കിയേ മോണിറ്റർ പേഷ്യൻസ്. ഇനി അടുത്ത കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, അടുത്ത കമ്പ്യൂട്ടർ എന്നല്ല, നെക്സ്റ്റ് കമ്പ്യൂട്ടറിന്റെ ഒരു യൂസ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന കമ്പ്യൂട്ടറിന്റെ വേറൊരു യൂസ് ആണ് മോണിറ്റർ പേഷ്യൻസ്. പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ സഹായിക്കുന്നു. നമ്മള് ഇതുപോലെ എന്താ വല്ല ICUലോ അല്ലെങ്കിൽ അങ്ങനെ ക്രിട്ടിക്കൽ ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ മാർക്ക് ചെയ്യാനാണോ നമ്മളെ അതിനകത്ത് നമുക്ക് ആ 2 സെന്റൻസ് നോട്ട് ചെയ്യാലോ. എങ്ങനെയാണ് ഈ പേഷ്യൻസ് കമ്പ്യൂട്ടറിന്റെ ഒന്നില്ലെങ്കിൽ നമുക്ക് യൂസസിൽ ഇൻക്ലൂഡ് ചെയ്യണത്, അങ്ങനെ ആ പോയിന്റ്സുകൾ 10 പോയിന്റ്സ് നോക്കണം. അതിന്റെ ഒപ്പം തന്നെ ഡേറ്റാസ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള പറയാലോ. ഓർഗനൈസ്ഡ്, സേഫ് ആൻഡ് റീഡ്ലി അവൈലബിൾ. പിന്നെ ആ സ്റ്റാഫിന് പെട്ടെന്ന് പേഷ്യൻസിന്റെ റെക്കോർഡിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ലാസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തു കേട്ടോ. നമുക്ക് ഡേറ്റ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ മിസ്മാച്ച് ആവാനുള്ള സാധ്യത കുറയ്ക്കുന്നു, അതിന്റെ അപകട സാധ്യതയും കുറയ്ക്കുന്നു. അത് മൂന്നൊന്ന് വായിച്ചു വെച്ചേ. ഇനി അടുത്ത മോണിറ്റർ പേഷ്യന്റ് ആണ്. ഹോസ്പിറ്റൽ നൗ യൂട്ടിലൈസ് കമ്പ്യൂട്ടേഴ്സ് ടു കീപ് ദ ട്രാക്ക് ഓഫ് വൈറ്റൽ സൈൻസ്. വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ബേസിക് ആയിട്ട് മോണിറ്റർ ചെയ്യണേ അല്ലേ. നമ്മൾ എന്ത് അസുഖമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ പ്രഷർ നോക്കും ഇല്ലേ, പ്രഷർ നോക്കൂല്ലേ. സുപ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങള് BP നോക്കും അല്ലേ, നോക്കൂല്ലേ. വൈറ്റൽ സൈൻസ് സുപ്രധാനമായിട്ട് വെയിറ്റ്, ശരിയാണ്, വെയിറ്റ്, പ്രഷർ, ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ നോക്കും അല്ലേ, എത്രയുണ്ട് നമുക്കുള്ളത് പ്രഷറൊക്കെ നമ്മൾ അങ്ങനെ നോക്കുന്നതാണ്. അതാണ് വൈറ്റൽ സൈൻസ്. ടെമ്പറേച്ചർ, ശരിയാണ്, ടെമ്പറേച്ചർ നോക്കും അല്ലേ, ടെമ്പറേച്ചർ ഒക്കെ നോക്കും. അപ്പൊ അങ്ങനെയുള്ള ഇത് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് അങ്ങനെയുള്ളതാണ്. അപ്പൊ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ നമുക്ക് സിസ്റ്റത്തില് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ നമ്മളെ എന്താ പറയാ, അവിടെ ഒരു പേഷ്യന്റ് കിടന്നിട്ട് കണ്ടില്ലേ, അത് ആ സ്ക്രീനില് അവരുടെ BP കാര്യങ്ങളൊക്കെ എപ്പോഴും ആ പൾസ് റേറ്റ് ഒക്കെ ഇങ്ങനെ ഇത് നോക്കാൻ പറ്റും. അപ്പൊ അതാണ് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട്. കണ്ടോ, ഹോസ്പിറ്റൽ നൗ യൂട്ടിലൈസ് കമ്പ്യൂട്ടർ ടു കീപ് ട്രാക്ക് ഓഫ് വൈറ്റൽ സൈൻസ് സച്ച് ആസ് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ. അപ്പൊ എപ്പോഴും ഇതെങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ആ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി. അഡീഷണലി അതിന്റെ ഒപ്പം തന്നെ കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം കളക്ട്സ് ഹെൽപ്ഫുൾ പേഷ്യന്റ് ഡേറ്റ. പേഷ്യൻസിന്റെ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ സഹായപ്രദമാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഗെറ്റ് ബാക്ക് ദിസ് ഡേറ്റ ഫോർ ഫ്യൂച്ചർ യൂസിങ് റിസർച്ച് ആൻഡ് അതർ പർപ്പസസ്. അപ്പൊ ഡേറ്റാസ് അവിടെ കളക്ട് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അത് കൂടാതെ തന്നെ നമുക്ക് എന്താ, നമുക്ക് ഫ്യൂച്ചറിലും കൂടി അല്ലേ റിസർച്ചിനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഭാവിയിലുള്ള ഉപയോഗത്തിനോ വേണ്ടിയിട്ട് ഈ ഡേറ്റാസ് നമുക്ക് തിരികെ എടുക്കാം. അതായത് നമ്മൾ ഇനി പിന്നീട് ചെല്ലുമ്പോഴാണെങ്കിലും നമുക്കത് അതിൽ നിന്ന് എടുക്കാലോ, സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. എന്താണ്, അതിനുള്ളൊരു സാധ്യതയും ഉണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഗെറ്റ് ബാക്ക് ദിസ് ഡേറ്റ. നമുക്ക് തിരികെ എടുക്കാനായിട്ട് ആ ഡേറ്റാസ് ഫോർ ഫ്യൂച്ചർ. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഫ്യൂച്ചർ യൂസിന്, ഫ്യൂച്ചറില് ഭാവിയിലേക്ക് എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടിയിട്ട് ആ ഡേറ്റാസ് നമുക്ക് എടുക്കാനും സാധിക്കുന്നുണ്ട്. അവിടെ പിക്ചർ തന്നെ കണ്ടാൽ തന്നെ അറിയാം അല്ലെ, പേഷ്യൻസിന് മോണിറ്റർ ചെയ്യാനായിട്ട് അവരുടെ വൈറ്റൽ സൈൻസ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വെയിറ്റ് അല്ല, ഹാർട്ട് പ്രഷർ, ബ്ലഡ് പ്രഷർ ഒക്കെ കേട്ടോ. വെയിറ്റ് നമുക്ക് അതെല്ലാം ഇത് നേരെ കണക്ട് ചെയ്തേക്കാണ് കമ്പ്യൂട്ടറിലേക്ക്. അപ്പൊ ഇങ്ങനെ ഒരു തീരെ വയ്യാതെ കിടക്കുന്നത് എപ്പോഴും അവർക്ക് BP ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ്ടേ, ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കണ്ടേ, പിന്നെ വലിയ വേരിയേഷൻസ് ഉണ്ടോന്നൊക്കെ. അതൊക്കെ ഈ സിസ്റ്റം വഴി അത്രയും കൃത്യമായിട്ട് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ സഹായിക്കുന്നു. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. രണ്ടാമത് പറഞ്ഞിരിക്കണേ പേഷ്യൻസിന്റെ ഡേറ്റ കളക്ട് ചെയ്യാനും സഹായമാണ്. പിന്നെ അടുത്താണ് മെഡിക്കൽ റിസർച്ച്. മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ ആണ് കമ്പ്യൂട്ടറിന്റെ മെഡിക്കൽ റിസർച്ചിന്. ഓക്കെ, ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് എ സർട്ടൻ എയിൽമെന്റ് എന്ന് വെച്ചാൽ അസുഖം. ക്ലിനിഷ്യൻ മേ നൗ സെർച്ച് മെഡിക്കൽ ഡേറ്റാബേസ്. കണ്ടോ, ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഈ ഓരോ ദിവസം ചെല്ലുന്നവർ പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് മരുന്നുകളും നമ്മൾ നമ്മൾ എന്താ പറയാ റിസർച്ച് ചെയ്യാനായിട്ട്. ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും നമുക്ക് മെഡിക്കൽ ഡാറ്റാബേസ്, നമുക്ക് അതിൽ ഡോക്ടേഴ്സിനും ഈ ഒരു കമ്പ്യൂട്ടർ വഴി പല കാര്യങ്ങളും സെർച്ച് ചെയ്ത് നോക്കാനും അല്ലെ. ഇപ്പൊ പുതിയ പുതിയ ഇത് വന്നു, അതിനുള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്യാനും ഒക്കെ ഇത് സഹായപ്രദമാണ്. നമുക്ക് ഏതൊക്കെ
Capacity of medical staff to get and apply knowledge is being improved using computers in healthcare. ഒരു എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അപ്പൊ നമ്മൾ ആണെങ്കിൽ മെയിലിലൊക്കെ കയറി നമ്മൾ ഗൂഗിളിലൊക്കെ കയറി നമ്മൾ നോക്കാറില്ലേ അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക രോഗത്തെ കുറിച്ചൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കാൻ ഡോക്ടർ ഈ മെഡിക്കൽ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ സ്റ്റാഫുകൾക്ക് നമ്മുടെ ഹെൽത്ത് കെയറിലെ സ്റ്റാഫുകൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അവരുടെ നോളജ് വർദ്ധിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സഹായിക്കുന്നു. ഇപ്പൊ സ്റ്റാഫിനാണെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനോ അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനോ അല്ലെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് സ്റ്റാഫിനും ഡോക്ടേഴ്സിനും ഒക്കെ റിസർച്ച് അല്ലെ ഗവേഷണം അല്ലെങ്കിൽ അത് അന്വേഷിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ റിസർച്ചിനും എന്താ കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ പറഞ്ഞേക്കാണ് മെഡിക്കൽ സ്റ്റാഫിന് അവർക്കുടെ നോളേജ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ അറിവ് നമ്മൾ ഓരോന്നും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമല്ലേ അല്ലെ? പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ ആ നോളജ് ഇംപ്രൂവ് ചെയ്യാനും ഈ കമ്പ്യൂട്ടർ ഹെൽത്ത് കെയർ ആരോഗ്യ രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ അവിടെ സെർച്ച് ചെയ്യുന്നുണ്ടോ? അവര് സെർച്ച് ചെയ്ത് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളോ ഇതൊക്കെ കണ്ടുപിടിക്കുകയാണത്. അങ്ങനെ ഒരു സെർച്ച് ചെയ്യാനും സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങള് രോഗങ്ങള് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങള് അല്ലെങ്കിൽ പുതിയ മാർഗങ്ങള് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ആണ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞ എന്താ? ഇൻവെന്ററി എന്താ? ഇൻവെന്ററി സ്റ്റോക്ക് അല്ല. ഇപ്പൊ നമ്മൾ അവിടെ എത്ര മരുന്നുകളൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് എന്താ സ്റ്റോർ റൂമിൽ പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ? ആ സ്റ്റോക്ക് ലിസ്റ്റ് നമുക്ക് സിസ്റ്റത്തിലില്ലേ? ഇപ്പൊ നമ്മളിപ്പോ വേണ്ട ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഫാർമസിയിൽ ചെല്ലാണ് അല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ ചെല്ലാണ്, നമ്മളൊരു മരുന്നിന്റെ ചീട്ട് കൊണ്ടു കൊടുക്കുമ്പോ അവരപ്പൊ തന്നെ പറയൂലേ അയ്യോ ഇത് സ്റ്റോക്ക് ഇല്ലല്ലോ, സ്റ്റോക്ക് തീർന്നു, അതിപ്പോ തരാട്ടോ. ജസ്റ്റ് അവര് സിസ്റ്റത്തിലൊന്ന് നോക്കി ആ മരുന്നിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പാടില്ല അവിടെ സ്റ്റോക്ക് ഉള്ളതാണ് എന്നുള്ളത് അല്ലേ? അപ്പൊ സ്റ്റോക്ക് ലിസ്റ്റ് നമുക്ക് ഇൻവെന്ററി നോക്കാനും ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് HIS. നോയിങ് വാട്ട് മെഡിക്കേഷൻ ആർ ഓൺ ഹാൻഡ് ഈസ് വെരി നെസസറി ഫോർ പേഷ്യന്റ് തെറാപ്പി അല്ലെ? എന്ത് മരുന്നാണ് നമ്മുടെ കൈകളിലുള്ളത് അല്ലെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോ ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ ഏതാണോ അല്ലെ ഉള്ളത് എന്നുള്ളത് ഈ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് പേഷ്യൻസ് തെറാപ്പി അതിന് വളരെയധികം അത്യാവശ്യമാണ്. The rehabilitation process might be slowed down if the doctor prescribed a medicine that is not in stock. ഇനിയിപ്പോ ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, അത് ആ സ്റ്റോക്കിൽ ഇല്ലാത്ത മരുന്നാണെങ്കിലോ നമുക്ക് ആ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ വൈകൂലേ അല്ലെ? സ്ലോ ആവൂലേ? ഇല്ലേ? ഇപ്പൊ ഡോക്ടർ ഒരു മരുന്ന് എഴുതി അപ്പൊ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് പോകണം, പുറത്ത് പോയി കണ്ടുപിടിക്കണം. അവിടെ ഇല്ലെങ്കിൽ അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ പോകണം അല്ലെ? അതായത് അപ്പൊ ഡോക്ടറിന് മരുന്നുകൾ എഴുതുമ്പോൾ ഈ ഇൻവെന്ററി നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റിലുള്ള മരുന്നുകൾ ആപ്റ്റ് ആയിട്ടുള്ള മരുന്ന് ഏതാന്ന് വെച്ചാൽ അത് എഴുതുവാണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ അല്ലെ? Thus, it is important to keep an inventory list up to date. അപ്പൊ അതുകൊണ്ട് up to date ആയിട്ട് ഇൻവെന്ററി ലിസ്റ്റ് കീപ്പ് ചെയ്യുക, ഇൻവെന്ററി ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡോക്ടറിന് ആ സ്റ്റോക്ക് ലിസ്റ്റ് നോക്കിയാൽ പോരെ സിസ്റ്റത്തില് അല്ലെ? അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻ ആ പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂലേ? അവിടെയുള്ള മരുന്ന് മനസ്സിലാവല്ലേ? മനസ്സിലാവുന്നില്ലേ? യെസ്. നോക്കിയേ, in the meanwhile inventory control is decisive for hospital and medical facility. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ്. ഡിസിസീവ് എന്ന് വെച്ചാൽ നിർണായകമാണ്. ഡിസൈസീവ് DCISIVE നിർണായകമാണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ്. ഫാർമസിയിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, പ്രത്യേകിച്ച് എമർജൻസി ഡ്രഗ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ഒന്നും ആവാൻ പാടില്ല അല്ലെ? കറക്റ്റ് ഇതൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം.
ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ പ്രത്യേകിച്ച് എമർജൻസി മരുന്നുകളൊക്കെ അതിന്റെ സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ തന്നെ നമ്മളത് എന്താ പറയാ, അത് സ്റ്റോക്ക് ഔട്ട് ആവാൻ പാടില്ല. അതുപോലെ അത് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. Therefore, inventory managers can trace stock level through the computers. അപ്പൊ അതുകൊണ്ട് ഇൻവെന്ററി മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, അവര് can trace stock level through a computer. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവര് സ്റ്റോക്ക് ലെവല് എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. അപ്പൊ ഇൻവെന്ററി മാനേജർ, സ്റ്റോക്ക് മാനേജറിന് ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ ഓരോ മെഡിസിൻസും എത്ര എണ്ണം ഉണ്ട്, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ മെഡിസിൻസ് കുറവുള്ള മെഡിസിൻ ഏതാണ്, ഇതൊക്കെ നമുക്ക് ആ ലിസ്റ്റിലുള്ള ഇതിനകത്ത് ഏതാണ് കുറവെന്നൊക്കെ അപ്പൊ തന്നെ ഇൻവെന്ററി മാനേജേഴ്സിന് ആ സിസ്റ്റത്തിൽ നോക്കി അറിയാലോ, അല്ലേ? അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെന്ററി മാനേജറിന് ആ സ്റ്റോക്ക് ലെവല് എപ്പോഴും ട്രേസ് ചെയ്യാനായിട്ട്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? Therefore, inventory managers can trace stock level through computers. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ, നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഓൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളിൽ നിന്നല്ല, അതായത് ഹോസ്പിറ്റലില് നമ്മൾ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് ഏത് മെഡിക്കേഷൻസ് ആണോ ഇവിടെ ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർക്ക് ആണെങ്കിലും നമുക്ക് ആ ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നമുക്ക് എന്താ, നമുക്ക് ആ സ്റ്റോക്കിൽ ഇല്ലാത്ത മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ആ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് സ്ലോ ആവും, അല്ലേ? അപ്പൊ അതൊക്കെയാവും, ആ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ സ്ലോ ആവും. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കൊരു ഇൻവെന്ററി ലിസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? പിന്നെ അതുപോലെ ഈ ഹോസ്പിറ്റലില് നമുക്ക് ആ ഒരു ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്, സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇവിടെയൊക്കെ വളരെയധികം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇൻവെന്ററി മാനേജേഴ്സിന് ആ സ്റ്റോക്ക് ലെവൽ എപ്പോഴും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്കത് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ട്രേസ് ചെയ്യാനും ഈ കമ്പ്യൂട്ടർ വഴി സാധിക്കുന്നു. ഇൻവെന്ററി ഒന്നുകൂടി പറയാം. അഞ്ചാമത്തെ, യൂസിങ് സർജിക്കൽ പ്രൊസീജിയർ. അടുത്താണ് കമ്പ്യൂട്ടറിന്റെ ഒരു ഉപയോഗം. സർജിക്കൽ പ്രൊസീജിയറിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാമോ? പറയാമോ? ഏത് ഒരു സർജറിക്കാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യണേ? കീ ഹോൾ സർജറി. ഓപ്പൺ സർജറി അല്ലല്ലോ, കീ ഹോൾ അല്ലേ? അപ്പൊ അവിടെ സിസ്റ്റത്തിലെ കമ്പ്യൂട്ടറിലല്ലേ കാണുന്നത്, എന്നിട്ട് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യല്ലേ ചെയ്യുന്നത്. ഒരു ഡിവൈസ് അതിലേക്ക് കടത്തിവിടും, അല്ലേ? നമ്മുടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി വയറാടി വയറ്റിന്റെ അകത്തേക്ക് കടത്തിവിട്ട് ഇവിടെ സിസ്റ്റത്തിലാണ് നമ്മളത് കമ്പ്യൂട്ടർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഡോക്ടർ തന്നെ കൈകൊണ്ട് ക്യാമറയിൽ നോക്കി ആ സിസ്റ്റത്തിൽ നോക്കിയിട്ടാണ് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഇവിടെയാണ് കൺട്രോൾ ചെയ്യണത്, അല്ലേ? അല്ലാതെ നേരെ ഓപ്പൺ സർജറി അല്ല, ഡോക്ടറിന്റെ കൈ കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല, അല്ലേ? ഇപ്പൊ കീ ഹോൾ സർജറി, ആൻജിയോപ്ലാസ്റ്റിക്, പിന്നെ അതുപോലെ ലാപ്രോസ്കോപ്പി, ഇതിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള സർജിക്കൽ പ്രൊസീജിയറിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാ എക്സാമ്പിൾ പറഞ്ഞ? കീ ഹോൾ സർജറിയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി, ഇതിലൊക്കെ നമുക്ക് ഈ എന്താണ് സിസ്റ്റം കമ്പ്യൂട്ടർ ഹെൽപ്ഫുൾ ആണ് സർജിക്കൽ പ്രൊസീജിയറിൽ. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ endoscopy. ശരിയാണ്. Computers can perform multi-faceted task with accuracy. കൃത്യതയോട് കൂടി നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ, അല്ലെ? ബഹുമുഖമായ കാര്യങ്ങൾ, ഒന്നിലധികം ഫാസിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി ഫാസിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കാര്യങ്ങൾ കൃത്യതയോട് കൂടി ചെയ്യാൻ പറ്റും, അല്ലെ? ഒരു കാര്യം മാത്രമല്ല അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിലധികം കാര്യങ്ങൾ കൃത്യതയോട് കൂടി ചെയ്യാൻ പറ്റും. So that the use of computers in operating room can save lives. അല്ലെ? കമ്പ്യൂട്ടർ ആ ഓപ്പറേറ്റിംഗ് റൂമില് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററില് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അതായത് നേരെ എന്താ പറയാ, സിസ്റ്റത്തിൽ നോക്കി തന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാലോ. അതിന് നോക്കി തന്നെ നമുക്ക് അതിന് സർജറി നമുക്ക് ആ ഡോക്ടറിന് അവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോർ കംപ്ലീറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ് സർജൻ ഡിപ്പെൻഡ്സ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെ, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാനും ഈ സർജൻ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ
ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. കണ്ടോ അവിടെ ഒരാളിരുന്നിട്ട് അയാളുടെ ഹെഡിങ് ചെയ്യാൻ തോന്നുന്നു. എന്തോ ഇതിങ്ങനെ നമ്മൾ സിസ്റ്റത്തിനൊക്കെ മോണിറ്റർ ചെയ്ത് കാണിക്കുന്നതുണ്ടോ ഡോക്ടറൊക്കെ നോക്കണത്. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ട്രീറ്റ്മെന്റില് സർജൻ ഈ കമ്പ്യൂട്ടറിനെ ആശ്രയിക്കുന്നു. അപ്പൊ അങ്ങനെ സർജിക്കൽ പ്രൊസീജിയറിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് 5 നമ്മൾ ഇത് സിമ്പിൾ ആണ്, ചെറിയ കാര്യമാണ്, അതാണ് കേട്ടോ വേഗം പറഞ്ഞു പോയത്. മെയിൻറ്റെയിൻ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പേഷ്യൻസിന്റെ ഹെൽത്ത് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ റിസർച്ചിന് ക്ലിനിഷ്യനും സ്റ്റാഫിനും ഒക്കെ എന്താ പറയാ അവർക്ക് പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്താനും പുതിയ കാര്യങ്ങളൊക്കെ റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റോക്ക് ലിസ്റ്റ് നോക്കാനായിട്ട് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സർജിക്കൽ പ്രൊസീജിയറിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ 5 പോയിന്റ്സ് യൂസസ് ഒന്ന് വായിച്ചു വെക്കും കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.